ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ടം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മൾ വന്ന വഴി നോക്കുമ്പോൾ 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ. നേരിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ PYക്കും കുറേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനൊക്കെ നമ്മുടെ LD ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സാരം അല്ലേ, അത് ഈ നമ്മുടെ പ്രിലിംസിനും വന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ച വർഷമൊക്കെ നമ്മൾ LD ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇതിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PYക്കും അതുപോലെ SCRT നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ടം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത ഘട്ടം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് SCRT ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന ചാപ്റ്റേഴ്സ് അടുത്ത ഘട്ടം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ 5ാം ക്ലാസ്സിൽ കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ 6ാം ക്ലാസ്സിൽ കേരളം മണ്ണും മനുഷ്യനും, പിന്നെ ജനാധിപത്യവും അവകാശങ്ങളും, ഇതെന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചാണ് വന്നത്. ഇനി 7ാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായിട്ട് ഇതിൽ നിന്ന് ഏകദേശം 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ 5 ക്വസ്റ്റ്യൻസ് വന്നൊരു ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി എന്നുള്ള നമ്മുടെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ, 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി എന്നുള്ളത്. ഇതിന് ഏകദേശം 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കേരളം ആധുനികതയിലേക്ക്, ഈ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്ററാണിത്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത്. ഏകദേശം 11 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത് കേട്ടോ. 11 ചോദ്യങ്ങൾ വന്ന ചാപ്റ്ററാണ്, നോക്കി നോക്കുക. അപ്പം അടുത്ത ഘട്ടം ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് കേരളം ആധുനികതയിലേക്ക്. 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. ഏകദേശം 11 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇതൊക്കെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ്. പിന്നെ ഇന്ത്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രം, പിന്നെ സമരവും സ്വാതന്ത്ര്യവും, സംസ്കാരവും, ദേശീയതയും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. 5ാം ക്ലാസ്സിലെ കേരളക്കരയിൽ, പിന്നെ 6ാം ക്ലാസ്സിലെ കേരളം മണ്ണും മനുഷ്യനും, പിന്നെ ജനാധിപത്യവും അവകാശങ്ങളും, പിന്നെ 7ാം ക്ലാസ്സിൽ നവകേരള സൃഷ്ടിക്കായിട്ട് 8ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് 6 ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്, പിന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, പിന്നെ സമരവും സ്വാതന്ത്ര്യവും, പിന്നെ സംസ്കാരവും ദേശീയതയും. ഇന്നലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത്. ഏകദേശം 11 ക്വസ്റ്റ്യൻസ് ആണ് ഒറ്റ ചാപ്റ്ററിൽ വന്നത് കേട്ടോ. പിന്നെ സയൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ബയോളജിയുടെ ഭാഗത്തുനിന്ന് ഏകദേശം 9 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് SCRT തന്നെയാണ്. ഒന്ന് കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യം, നമ്മൾ 5ാം ക്ലാസ്സിലെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യം. പിന്നെ 7ാം ക്ലാസ്സിലെ ബലം ചലനം, ഈ 2 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ ബലം ചലനം. പിന്നെ 8ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും, പിന്നെ വൈവിധ്യം നിലനിൽപ്പിന്, തലമുറകളുടെ തുടർച്ചക്ക്, ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ 9ാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും, പിന്നെ ശ്വസനവും വിസർജനവും, പിന്നെ ആറ്റത്തിൻ്റെ ഘടന. നമ്മൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം വന്നിരിക്കുന്നത് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് എങ്ങാനും ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ ഊർജ്ജ പരിപാലനം, പിന്നെ ലോഹ നിർമ്മാണം, ലോഹ നിർമ്മാണം, പിന്നെ സംസ്കൃതിക്കായിട്ടുള്ള രാസ സന്ദേശങ്ങൾ അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഇത്രയും ഏകദേശം ചാപ്റ്ററിൽ നിന്നാണ് PSC എന്ത് ചെയ്തിരിക്കുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയ ചാപ്റ്റേഴ്സിൻ്റെ ആണ്. ഇനിയും ഉണ്ടാവും ചിലപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അടുത്ത ഘട്ടം ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് നല്ലോണം പഠിച്ചു വെക്കുക. കൂടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി SCRT കൂടി നോക്കി വെക്കുന്നത് ചിലപ്പോൾ ഉപകാരമായിരിക്കും കേട്ടോ.